എല്ലാവർക്കും വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷണൽ മോഷനകത്തുള്ള പ്രൊജക്ടൈൽ മോഷന്റെ തിയറി പാർട്ട് കഴിഞ്ഞു. അതിന്റെ ജനറൽ ഇക്വേഷൻസ് കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ളത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. നമുക്കത് ചെയ്യാം. ഓക്കെ, എല്ലാവരും തിയറി പാർട്ടെല്ലാം മനസ്സിലാക്കി നല്ലോണം ബൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ജനറൽ ഇക്വേഷൻസും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് തുടങ്ങി കളയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ് അറ്റ് 5 meter per second square. At t is equal to 4 seconds, a ball is dropped out of the window by a person sitting in the car. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ ഒരു കാർ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. കാറിന്റെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0. അവൻ റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് ആൻ ആക്സിലറേഷൻ a is equal to 5 meter per second square. 4 seconds കഴിയുമ്പോൾ അപ്പൊ ഇവിടെയാണ് t is equal to 0. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4 seconds കഴിയുമ്പോൾ, അതായത് t is equal to 4 ആകുമ്പോൾ ഇയാളുടെ വെലോസിറ്റി എത്രയാവും? v is equal to u plus at. u plus at. u 0 ആയതുകൊണ്ട് 0 plus 5 into 4 that is it is equal to 20 meter per second വെലോസിറ്റി ഇങ്ങോട്ടേക്ക് വരും. 20 meter per second. ഈ സമയത്ത് ഇതിനകത്ത് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? താഴോട്ട് വരും. പക്ഷെ ഇവിടെ ഈ കാറ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന ഓബ്ജക്റ്റും റൈറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സ്റ്റോണിന്റെയും ഇനിഷ്യൽ വെലോസിറ്റി 20 തന്നെയാണ്. അപ്പോൾ ഈ കല്ലിനെ ഡ്രോപ്പ് ചെയ്താലും ഈ കല്ല് പോകുന്നത് ഇങ്ങനെ ഒരു പാത്തിലൂടെ ആയിരിക്കും വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ, ഇനിഷ്യലി ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്കുള്ള വെലോസിറ്റി 0 ആണ്, റൈറ്റിലേക്കുള്ള വെലോസിറ്റി 20 ആണ്. പക്ഷേ അപ്പൊ ഇത് എന്ത് മോഷനാണ്? ബോഡി പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ഓഫ് ഹൈറ്റ് h ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഫ്രീലി ഫാളിംഗ് ബോഡി. ഒരു ഫ്രീലി ഇനി അടുത്ത t ഈസ് ഈക്വൽ ടു 6 seconds ആവുമ്പോൾ, t ഈസ് ഈക്വൽ ടു 6 seconds മീൻസ് ഇത് കഴിഞ്ഞ് 2 സെക്കൻഡ്. 2 സെക്കൻഡ് ആവുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമില്ല, 20 തന്നെയാണ്. താഴേക്കുള്ള വെലോസിറ്റി 20 ആയിട്ട് മാറും. ദാറ്റ് ഈസ് യൂസ് ദ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു u plus at ഡൗൺവേർഡ്. u ഈസ് ഈക്വൽ ടു 0 plus 10. g യുടെ വാല്യൂ 10 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 meter per second. അതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി 20, താഴേക്കുള്ള വെലോസിറ്റിയും 20 ആണെങ്കിൽ റിസൾട്ടന്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 20 root 2. 20 ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി 20, താഴേക്ക് 2 സെക്കൻഡ് കഴിയുമ്പോൾ 20, 3 സെക്കൻഡ് ആയിരുന്നെങ്കിൽ 30, 4 സെക്കൻഡ് ആകുമ്പോൾ 40 എക്സെട്ര. ഈ വെലോസിറ്റിക്ക് ഒരു മാറ്റവുമില്ല. അപ്പോൾ കല്ലിനെ ഡ്രോപ്പ് ചെയ്തുവെങ്കിലും കല്ല് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. 1 സെക്കൻഡ് കഴിയുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി 10, ഹൊറിസോണ്ടൽ വെലോസിറ്റി 20, താഴേക്കുള്ളത് 10. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി 20, താഴേക്കുള്ളത് 20. 3 സെക്കൻഡ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി 20, താഴേക്കുള്ളത് 30. അപ്പോൾ ഓരോ സെക്കൻഡ്, അപ്പോൾ അവന്റെ മോഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ വെച്ച് അവന്റെ വെലോസിറ്റി 20, 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് 20, താഴേക്ക് 10. 2 സെക്കൻഡ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് 20, താഴേക്ക് 20. 3 സെക്കൻഡ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് 20, താഴേക്ക് 30. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. താഴേക്കുള്ള വെലോസിറ്റി കൂടിക്കൂടി. ഇവിടെ 2 seconds ആയതുകൊണ്ട് 20. Therefore answer is equal to 20 root 2 and acceleration is equal to g. കയ്യിൽ നിന്ന് കല്ലിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. അതുകൊണ്ട് ആൻസർ ഈസ് ഈക്വൽ ടു 20 root 2 meter per second and 10 meter per second square. ബുദ്ധിയുള്ളവർ ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയേയില്ല. ഇതിന്റെ ചോയ്സുകൾ അങ്ങനെയാണ്. ആക്സിലറേഷൻ കയ്യിൽ നിന്ന് ബോളിനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്സിലറേഷൻ 10 ആണല്ലോ. ആക്സിലറേഷൻ 10 വരുന്ന ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, അത് ഇത് മാത്രമാണ്. അപ്പൊ ആദ്യമേ അത് എടുത്ത് എഴുതി അങ്ങ് പോകണം. അങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആക്സിലറേഷൻ 10 ആണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ. അതിനകത്ത് പിന്നെ വേറെ അപ്പീലില്ല. കാരണം വേറെ ഒരെണ്ണവും 10 വരുന്ന ഒരു ആൻസർ അതിനകത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് from the origin at t is equal to 0 with an initial velocity 3i. അപ്പോൾ ഇവിടെ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവന്റെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 3i x-ലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് വെലോസിറ്റി y-ലേക്ക് വെലോസിറ്റി ഇല്ല എന്നർത്ഥം. ഇങ്ങോട്ടേക്ക് 0 വെലോസിറ്റി ആണ്. വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എത്രയാണ്? 6i plus 4j. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ആക്സിലറേഷൻ 6, ഇങ്ങോട്ടേക്കുള്ള അപ്പൊ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 0, ഇങ്ങോട്ടേക്കുള്ള ആക്സിലറേഷൻ 4. ഇപ്പൊ 2 കാര്യങ്ങളായി.
Horizontal velocity 3, horizontal acceleration 6, vertical velocity 0, vertical acceleration 4. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The x coordinate of the particle at the instant when y coordinate is 32. അപ്പോൾ ഇയാൾ ഇങ്ങനെ അങ്ങാണ്ട് മൂവ് ചെയ്താണ് പോവുക. y കോർഡിനേറ്റ് 32 ആകുന്ന സമയത്ത് ഇവന്റെ ഈ ഹൈറ്റ് 32 ആകുന്ന സമയത്ത് x കോർഡിനേറ്റ് d ആണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഡിയുടെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് 32 ആകുന്നത് എപ്പോൾ? യൂസ് ദ ഇക്വേഷൻ SEC ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം along the y direction. u 0, ഇത് 32 plus half into a is equal to 4 into t square. Therefore, t square is equal to 64 divided by 4, that is equal to 60, or t is equal to 4 seconds. Time കിട്ടിക്കഴിഞ്ഞു. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വീണ്ടും ഉണ്ടേ, മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് x കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ദ ഇക്വേഷൻ സെയിം. SEC ut plus half at square എടുക്കുമ്പോൾ x ന്റെ വാല്യൂ d is equal to u is equal to 3 into t is equal to 4 plus half into a 6 into 4 square, that is equal to 12 plus ഇത് 3 into 60, that is 12 plus 48, that is equal to 60 meter. Therefore answer is equal to 60 meter. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ? എക്സിലേക്കുള്ള എക്സും വൈയിലേക്കുള്ള ഇതും കണ്ടുപിടിക്കാൻ ഈ രീതിയിൽ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. A projectile, two projectiles P and Q thrown with velocities V and V by 2. അപ്പോൾ P എന്ന് പറയുന്ന ഒരു പ്രൊജക്ടൈൽ, Q എന്ന് പറഞ്ഞ പ്രൊജക്ടൈൽ, ഇവന്റെ വെലോസിറ്റി V, ഇവന്റെ വെലോസിറ്റി V by 2. If Q ഇതിന്റെ ആംഗിൾ തീറ്റ is equal to 15 ഡിഗ്രി ആണെങ്കിൽ ഇവന്റെ ആംഗിൾ തീറ്റ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പക്ഷെ എന്തൊരു കണ്ടീഷൻ പറയുന്നുണ്ട്? രണ്ടുപേരുടെയും ഹൊറിസോണ്ടൽ റെസ്പെക്റ്റീവ് സെയിം റേഞ്ച്, രണ്ടുപേരുടെയും റേഞ്ച് സെയിം ആണ്. ദാറ്റ് ഈസ് ഇവന്റെ റേഞ്ച് എന്തായിരിക്കണം? v square sin 2 theta divided by g is equal to v by 2 the whole square sin 2 into 15 divided by g. ശരി തന്നെ? g ക്യാൻസൽ ആയിപ്പോയി. That is v square sin 2 theta is equal to b square divided by 4 into sin 30. Sin 30 is equal to 1 by 2. v square cancel ആയിപ്പോയി. This is equal to 1 by 8. Therefore 2 theta is equal to sin inverse 1 by 8, or theta is equal to half into sin inverse 1 by 8. This is the answer. ആൻസർ ആണല്ലോ? അതെ, ഹാഫ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 by 8. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താ പറഞ്ഞിരിക്കുന്നത്? The trajectory of a projectile in a vertical plane is given by y is equal to alpha x plus beta x square. If where alpha and beta are constant and x and y are the respectively the horizontal and vertical distance, നമ്മൾ നേരത്തെ പഠിച്ച സാധനമാണ്. Or the projectile from the point of the angle of projection theta and maximum height attained h are respectively. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? General equation for y is equal to tan theta into x plus, sorry, പ്ലസ് അല്ല മൈനസ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഇട്ടിരിക്കുന്നത് ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ. ആൽഫ എക്സ് മൈനസ് ബീറ്റ എക്സ് സ്ക്വയർ. അത് താഴോട്ട് മാറ്റി എഴുതാം. അപ്പോൾ y is equal to alpha x minus beta x square. General equation for y എന്താണ്? y is equal to tan theta into x minus half g x square divided by u square cos square theta. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ ടാൻ തീറ്റയുടെ സ്ഥാനത്ത് ആൽഫ കിടക്കുന്നു. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ, ഓർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആൽഫ. തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ടേം എന്ന് പറയുന്നതാണ് ബീറ്റ. Therefore g divided by 2 u square cos square theta is equal to beta,
or u square cos square theta is equal to, അല്ലെങ്കിൽ cos square theta is equal to g divided by 2 u square beta, or cos theta is equal to root of this. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാൻ തീറ്റയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ആണല്ലോ. therefore sin theta is equal to എന്ത് പറയാം? therefore sin theta is equal to alpha cos theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? sin theta is equal to alpha into cos theta is equal to എത്രയാണ്? g divided by 2 u square beta. നമുക്ക് വേണ്ടുന്നത് h ആണ്. therefore h is equal to നമുക്ക് എന്ത് പറയാം? therefore h is equal to u square sin square theta divided by 2g. therefore h is equal to u square divided by 2g into sin square theta is equal to g divided by 2 u square beta. g cancel ആയിപ്പോയി, u square cancel ആയിപ്പോയി. therefore ആൻസർ ഒരു ആൽഫ കൂടെ വരാനുണ്ട്, ആൽഫ ഉണ്ട് ഇവിടെ ആൽഫ. therefore it is equal to alpha divided by 4 beta. this is the equation for h. therefore answer is equal to എന്ത് വരും? answer is equal to tan inverse alpha theta and alpha square divided alpha square ഉണ്ട്, sin square ആവുമ്പോഴത്തേക്ക് alpha square, that is it is alpha square divided by 4 beta. that is this is the answer. മനസ്സിലാവുന്നുണ്ടേ? സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് h is equal to u square sin square theta by 2 ൽ sin square തീറ്റയുടെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ g divided by 2u square beta എന്ന് വരും. നേരത്തെ ആൽഫ എഴുതാൻ വിട്ടുപോയിരുന്നു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഒറിജിൻ അറ്റ് ടൈം. നേരത്തെ നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല, അതിൻ്റെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഇവിടെ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി 5j. അപ്പോൾ ഇങ്ങോട്ട് നേരത്തെ നമുക്ക് എക്സിലേക്കുള്ള വെലോസിറ്റി ആയിരുന്നു തന്നിരുന്നത്, ഇപ്പോൾ തന്നിരിക്കുന്നത് വൈയിലേക്കുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ഇനിഷ്യൽ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു 5. ഇങ്ങോട്ടേക്ക് വെലോസിറ്റി ഇല്ല, ദാറ്റ് ഈസ് u ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നു? പാർട്ടിക്കിൾ ഇൻ ദ XY പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ. ഇങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ 10, മുകളിലേക്കുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് 4. അപ്പോൾ നേരത്തെ പറഞ്ഞതുകൂടി ഇയാൾ ഇവിടെ എവിടെയോ എത്തിച്ചേരുന്നു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അറ്റ് ടൈം t ദ കോർഡിനേറ്റ്സ് ആർ 20. എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അങ്ങനെയാണെങ്കിൽ വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നു? വാല്യൂ ഓഫ് ടി ആൻഡ് y0 ആണ് ക്വസ്റ്റ്യൻ. ടിയും കണ്ടുപിടിക്കണം, y0. അപ്പൊ നമുക്ക് ആദ്യമേ 20 തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. യൂസ് ദ ഇക്വേഷൻ s is equal to ut plus half at square എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. എസിന്റെ സ്ഥാനത്ത് 20, യു ഇല്ല, 0 പ്ലസ് ഹാഫ് ഇൻറ്റു എയുടെ വാല്യൂ എത്ര? 10 ഇൻറ്റു ടി സ്ക്വയർ. therefore t square is equal to 400 divided by 10. that is it is equal to 40 divided by 10. 40 divided by 10 that is equal to 4, or t is equal to 2 seconds. ടൈം 2 seconds ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? y കണ്ടുപിടിക്കാൻ വേണ്ടി y is equal to ut. that is equal to 5 into 2 plus half into എയുടെ വാല്യൂ എത്രയാണ്? 4 into t square, that is 2 square. that is equal to 10 plus ഇത് രണ്ടും കൂടെ 2 വരും, 2ഉം 4ഉം കൂടി 8 വരും. that is equal to 18 meter. അപ്പോൾ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞു നമുക്ക്? ടൈം ഈസ് ഈക്വൽ ടു 2 seconds ആൻഡ് y0 ഈസ് ഈക്വൽ ടു 18 meter. നേരത്തെ നമ്മൾ x മാത്രം കണ്ടുപിടിച്ചു, ഇവിടെയാണെന്നുണ്ടെങ്കിൽ y കണ്ടുപിടിക്കണം, t. അവിടെ നമ്മൾ ടൈം കണ്ടുപിടിച്ചിരുന്നു, പക്ഷെ ചോദിച്ചില്ല, ക്വസ്റ്റ്യനകത്ത് ചോദിച്ചില്ല. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ടൈമും കണ്ടുപിടിക്കണം. ഇത് ഓക്കെ, രണ്ടും രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് മാത്രം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ആൻ ഓപ്പൺ ഗ്രൗണ്ട് ഹിയർസ് എ സൗണ്ട് ഓഫ് ജെറ്റ് എയറോപ്ലെയിൻ കമ്മിങ് ഫ്രം നോർത്ത് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 degree വിത്ത് ദ ഗ്രൗണ്ട്. അതായത് ഒരാൾ ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ മനസ്സിലായി, ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. നോക്കുമ്പോൾ ജെറ്റ് എയർപ്ലെയിന്റെ സൗണ്ട് ഇതാ ഇങ്ങനെ വരുന്നു, 60 ഗ്രൗണ്ടുമായിട്ട് 60 ഡിഗ്രിയിൽ സൗണ്ട് വരുന്നു. പക്ഷേ അയാൾ നോക്കിയപ്പോൾ ഇനിയാണ് ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് ഹി ഫൈൻഡ് ദ എയറോപ്ലെയിൻ റൈറ്റ് വെർട്ടിക്കലി അബവ് ഹിസ് പൊസിഷൻ. ഈ സൗണ്ട് ഇങ്ങനെ 60 ഡിഗ്രിയിൽ വരുന്ന ഇയാൾ നോക്കിയപ്പോൾ പ്ലെയിൻ ഇവിടെ നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഇവിടെ നിന്നാണ് സൗണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ ആ സൗണ്ട് ഇവിടെ വരുന്ന സമയം കൊണ്ട് പ്ലെയിൻ ഇത്രയും ദൂരം സഞ്ചരിച്ചു. അതാണ് അതിന്റെ അർത്ഥം.
നമ്മുടെ സൗണ്ടിന്റെ വെലോസിറ്റി v ആണെന്നിരിക്കട്ടെ, പ്ലെയിനിന്റെ വെലോസിറ്റി u ആണെന്നിരിക്കട്ടെ. സൗണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരുന്ന സമയം കൊണ്ട് പ്ലെയിൻ ഇവിടം തൊട്ട് ഇവിടം വരെ എത്തി. അപ്പൊ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കാനെടുത്ത ടൈമും ഈ ടൈമും സെയിം ആണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അപ്പൊ ഇതിനെ നമുക്ക് O എന്നും ഇതിനെ A എന്നും ഇതിനെ B എന്നും എടുത്താൽ sin 30 എന്ത് വരും? sin 30 is equal to OA divided by OC. OB. OA divided by OB. OA എന്ന് പറയുന്നത് UT ആണ്. That is equal to UT divided by VT. TT cancel ആയിപ്പോയി. ചോദിച്ചിരിക്കുന്ന പ്ലെയിനിന്റെ വെലോസിറ്റി ആണ്. That is U is equal to V sin 30. V sin 30 means V by 2. This is the answer. Therefore, answer is equal to V by 2. Clear ആവുന്നുണ്ടല്ലോ സംഭവം? അതായത് നമ്മൾ ഈ ഇതൊക്കെയാണ് ഈ നമ്മുടെ ഇത് നടക്കുമല്ലോ, നമ്മുടെ ലൈറ്റ്നിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലൈറ്റ് കണ്ട് കുറെ നേരം കഴിയുമ്പോഴാണ് സൗണ്ട് വരിക. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലൈറ്റ് ടപ്പോന്ന് നമ്മുടെ അടുത്ത് എത്തിച്ചേരും, പക്ഷേ സൗണ്ട് വരാൻ കുറെ സമയം പിടിക്കും. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പറയാം. എന്തായാലും ഇവിടെ നിന്ന് സൗണ്ട് ട്രാവൽ ചെയ്തു, ആ സൗണ്ട് ഇങ്ങനെ ഇവിടെ എത്തി നമ്മൾ നോക്കിയപ്പോൾ പ്ലെയിൻ ഇവിടെ നിൽക്കുന്നു. അതിന്റെ അർത്ഥം ഈ സൗണ്ട് ഇവിടെ നിന്ന് ഇവിടം വന്ന അതേ സമയത്ത് പ്ലെയിൻ ഇത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. അതാണ് അതിന്റെ അർത്ഥം. V/2 ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. A shell is fired from a fixed artillery gun with an initial speed u such that it hit the target on the ground at a distance r from it. അതായത് ഇവിടെ നിന്ന് ഒരു ബുള്ളറ്റിനെ ഫയർ ചെയ്തു, അത് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു r ഡിസ്റ്റൻസ്. ഇനി അടുത്ത കൺസെപ്റ്റ് നോക്കുക. If T1 and T2 are the values of the time taken by it to hit the target in two possible ways. എങ്ങനെ? എന്താണ് ടു പോസിബിൾ വേസ്? ഒരെണ്ണം തീറ്റ ഡിഗ്രി ആണെങ്കിൽ മറ്റേത് വേറൊരു ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലും സെയിം ഹൊറിസോണ്ടൽ റേഞ്ച് വരും. ആ ആംഗിൾ അറിയാമല്ലോ, 90 മൈനസ് തീറ്റ. ഇപ്പൊ രണ്ട് ആംഗിളിൽ സെയിം റേഞ്ച് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരാനെടുക്കുന്ന ടൈം T1 ഇവിടെ വരാനെടുക്കുന്ന ടൈം T2 ആണെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇഫ് T1 and T2 are the time taken in the two possible ways, then what is the horizontal range? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരുടെയും റേഞ്ച് ഈക്വൽ ആണെങ്കിൽ, ഒരാൾ തീറ്റ ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ. അത് നമ്മളിപ്പോ ഇവിടെ എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടൈം ടേക്കൺ T1 ഇക്വേഷൻ, T1 ഫസ്റ്റ് കേസിൽ 2u sin theta divided by g and T2 is equal to 2u sin 90 minus theta divided by g. Sin 90 minus theta എന്ന് പറഞ്ഞാൽ cos theta, 2u cos theta divided by g is equal to T2. നമുക്കറിയാം റേഞ്ചിനകത്ത് സൈൻ തീറ്റയും കോസ് തീറ്റയും വേണം. അപ്പൊ ഞാൻ എഴുതുന്നു range r is equal to u square sin 2 theta by g. Sin 2 theta 2 sin theta cos theta എന്ന് ഞാൻ എഴുതുന്നു. sin 2 theta. അപ്പൊ 2 sin theta cos theta വരണമെങ്കിൽ T1 T2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ കിടക്കട്ടെ. T1 T2 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2u into sin theta cos theta divided by g into g എന്ന് കിട്ടും. യും കൂടെ യു സ്ക്വയർ ആയി, യും കൂടെ യു സ്ക്വയർ ആയി. 2 sin theta cos theta sin 2 theta എന്ന് എഴുതാം. യു സ്ക്വയർ sin 2 theta by g നമുക്ക് എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, അല്ലയോ, 2u square sin 2 theta by g is equal to r ആണ്. ഇത്രയും സാധനം എന്ന് പറയുന്നത് r ആണ്. Therefore it is equal to 2r divided by g. Therefore r is equal to എന്തെടുക്കാം നമുക്ക്? T1 T2 into g divided by 2. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? What is a time taken by to hit the then possible is then the product of T1 T2 ന്റെ പ്രോഡക്റ്റ് ആണ് ചോദിച്ചത്. Therefore T1 T2 is equal to 2r divided by g. T1 T2 is equal to 2r divided by g. This is the answer. ചിലപ്പോൾ r ചോദിച്ചാണ്. T1 and T2 are the two time taken in two different possible ways ആണെങ്കിൽ r എത്ര? Therefore r is equal to g T1 T2 divided by 2. അങ്ങനെയും ചോദിക്കാം. മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. Two guns A and B can fire bullets at a speed of 1 km. അപ്പോൾ ഒരുത്തന്റെ സ്പീഡ് u1 is equal to 1 kilometer per second. അടുത്തവന്റെ സ്പീഡ് u2 is equal to 2 kilometer per second respectively. From a point on the horizontal ground, they are fired at all possible directions. The ratio of the maximum area covered. നമ്മൾ maximum area covered നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. Area maximum is equal to എന്തായിരുന്നു pi r square, r maximum square. R maximum is equal to u square by g. Therefore, it is equal to pi u raised to 4 divided by g square. That is, it is directly proportional to u raised to 4. കാരണം g എല്ലായിടത്തും സെയിം ആണ്. ചോദിച്ചിരിക്കുന്ന ഏരിയയുടെ റേഷ്യോ ആണ്. ദാറ്റ് ഈസ് a1 divided by a2 is equal to u1 square, u1 raised to 4 divided by u2 raised to 4. That is equal to 1 by 2 raised to 4. That is equal to 1 by 16. That is equal to 1 is to 16. ഏരിയ മാക്സിമത്തിന്റെ വാല്യൂ പഠിച്ചു വയ്ക്കുക. അതൊക്കെ നമ്മൾ ജനറൽ ഇക്വേഷനകത്ത് ഡിറൈവ് ചെയ്ത സാധനങ്ങളാണ് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 9. A ball of mass m is projected upward with a speed v0. The speed at a height h is. Speed at a height h is. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു വൃത്തിയുടെ ക്വസ്റ്റ്യൻ ആണ്. കാരണം മുകളിലേക്ക് എറിയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പിന്നെ ആംഗിളിൽ ഇൻഡിപെൻഡന്റ്, ഡയറക്ഷൻ, പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ആൻസർ കൊടുത്തിരുന്നത്. ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, എന്തായാലും അതിനകത്ത് വെലോസിറ്റിക്ക് മാസുമായിട്ട് ബന്ധമില്ല. ആംഗിൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ തന്നെയല്ലേ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. കീമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. 2019 കീമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ചോദിച്ചതിനകത്ത് ആൻസർ കൊടുത്തിരുന്നത് ഇതാണ്. ഒരു കല്ലിനെടുത്ത് നേരെ മുകളിലോട്ടെറിഞ്ഞു. മുകളിലേക്ക് പിന്നെ എച്ച് ഹൈറ്റിലെത്തുമ്പോൾ അവന്റെ സ്പീഡ് എന്ന് പറഞ്ഞ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതാണ് കൊടുത്തിരുന്നത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിഞ്ഞ ആ ക്വസ്റ്റൻ എനിക്ക് പിടികിട്ടിയില്ല. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ്സ് ദ സ്പീഡ് ബി ഓഫ് എ പ്രൊജക്ടൈൽ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം t. നമ്മളിപ്പോൾ ഓർക്കുക, ഒരു കല്ലിനെടുത്ത് ഞാൻ എന്താ ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞു, വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. താഴേക്കുള്ള വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ടൈമുമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ആ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ പ്രൊജക്ടൈൽ. അപ്പോൾ നമ്മൾ ആദ്യമേ അവനൊരു വെലോസിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് ടൈം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ വെലോസിറ്റി ഇതിന്റെയും സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി ഉണ്ട് u, ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി v is equal to gt. അപ്പൊ താഴേക്കുള്ള വെലോസിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദെയർഫോർ ഇനിഷ്യൽ വെലോസിറ്റി ഉള്ളതുകൊണ്ട് അവന്റെ ഗ്രാഫ് എന്ന് പറയുന്ന പാരബോളിക് ഗ്രാഫ് ആയിരിക്കും കിട്ടുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പാരബോളിക് ഗ്രാഫ്. ദെയർഫോർ ദിസ് ഈസ് എ ഗ്രാഫ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. The x and y coordinates of a particle are given by x is equal to 5t minus 2t square and y is equal to 10t. എന്താ ചോദിച്ചിരിക്കുന്നത്? ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t is equal to 2 seconds ആണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി along the x direction ഇവനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5 minus 4t എന്ന് കിട്ടും. ആൻഡ് വെലോസിറ്റി along the y direction is equal to 10 എന്ന് കിട്ടും. ഇത് ഒന്നുകൂടെ ചെയ്യുമ്പോൾ ആക്സലറേഷൻ along the x direction is equal to -4 എന്ന് കിട്ടും. ആൻഡ് ആക്സലറേഷൻ along the y direction is equal to 0 എന്നും കിട്ടും. ഇവിടെ ഏത് ആക്സലറേഷൻ മാത്രമേ ഉള്ളൂ? ഇത് മാത്രം. Therefore ആക്സലറേഷന്റെ is equal to -4 meter per second square. This is the net acceleration. A is equal to root of ax square plus ay square. That is, it is equal to -4 meter per second square. This is acceleration. ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. നെറ്റ് ആക്സലറേഷന്റെ വാല്യൂ -4 meter per second square. ആക്സലറേറ്റ് ദ പാർട്ടിക്കിൾ അറ്റ് t is equal to 2. ഇതാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് വിത്ത് എ വെലോസിറ്റി 5 meter per second at an angle theta. അവിടെ തീറ്റ ഉണ്ട്. At an angle theta with the horizontal. Another projectile is fired from another planet with a velocity 3 meter per second at the same angle follows the trajectory which is a trajectory എന്ന് പറയുന്നത് എന്താണ്? പാത്ത്. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് രണ്ടുപേർക്കും സെയിം ആണ്. അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് സെയിം ആണെങ്കിൽ ദാറ്റ് ഈസ് r1 is equal to r2. r1 is equal to r2 means u1 square sin square theta divided by 2g is equal to u2 square sin square theta divided by 2g dash. Sorry, 2 illa. u sin square theta alla sin 2 theta. u1 square sin 2 theta divided by g
is equal to u2 square sin 2 theta divided by g dash. ഞാൻ എന്തുകൊണ്ടാണ് സൈൻ തീറ്റ എന്ന് എഴുതിയത്? രണ്ടിടത്തും ആംഗിൾ സെയിം ആണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ക്യാൻസൽ ആയി പോകും. ജി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore g dash is equal to g into u2 square divided by u1 square. ജിയുടെ വാല്യൂ 9.88 into u2ന്റെ വാല്യൂ എത്രയാണ്? u2 is equal to 3 meter per second. That is equal to 3 square divided by 5 square. That is equal to 9.88 into 9 divided by 25. എത്ര വരുമോ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ആൻസർ. ഇതിനെ 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ 10 ആകുമ്പോൾ ഇതിന് നമ്മൾ 10 എന്ന് എടുത്തിരുന്നുവെങ്കിൽ 2 into 9 divided by 5 എന്ന് വന്നേനെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 divided by 5. That is, it is equal to 36 divided by 10. That is equal to 3.6. ഇവിടെ എത്രയാണ്? 3.5. കാരണം നമ്മൾ ജിയുടെ വാല്യൂ 10 എന്ന് എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. 10 എന്ന് എടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. 10 എന്ന് എടുത്തില്ലായിരുന്നു എങ്കിൽ 9.8 കറക്റ്റ് 3.5 വന്നേനെ. ചെയ്യുന്നത് മനസ്സിലായല്ലോ? ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. A particle is moving such that its position coordinate x and y are 2 meter and 3 meter at the time t is equal to 0. t 0 ആയിരുന്ന സമയത്ത് അവന്റെ പൊസിഷൻ കോർഡിനേറ്റ് 2i plus 3j. 2iയും 2ഉം 0. 2 and 3. ശ്രദ്ധിച്ചോണം, ഇത് എക്സും ഇത് y. ടൈം എന്ന് പറയുന്നത് എത്രയായപ്പോൾ അവൻ 2ഉം 3യുമാണ്. ടിയുടെ വാല്യൂ 2 seconds ആയപ്പോൾ അവന്റെ പൊസിഷൻസ് എത്രയായിട്ട് മാറി? 6ഉം 7ഉമായിട്ട് മാറി. 6 and 7 ആയി. അത് കഴിഞ്ഞ് ടിയുടെ വാല്യൂ 5 ആയ സമയത്ത് അവന്റെ പൊസിഷൻ 13ഉം 14ഉമായിട്ട് മാറി. എന്തുവാ ചോദിച്ചിരിക്കുന്നത്? ആവറേജ് വെലോസിറ്റി ആണ് ക്വസ്റ്റ്യൻ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നമുക്കറിയാമല്ലോ, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇവന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര? 2ൽ നിന്നും 13ലെത്തി, അതായത് 11i പ്ലസ് 3ൽ നിന്നും 14ലെത്തി, ദാറ്റ് ഈസ് ഈക്വൽ ടു 11j ഡിവൈഡഡ് ബൈ എടുത്ത ടൈം എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടെ വരാൻ എടുത്ത ടൈം 5 seconds. Therefore answer is equal to 11 by 5 into I plus j. This is the answer. നീറ്റിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. AP NEET 2014 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ ടോട്ടൽ അപ്പൊ ഇതിന് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ്, ഇവിടെ നിന്ന് സാധനം ഇവിടെ എത്തി. Therefore എക്സിലേക്ക് അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 13 minus 2, that is equal to 11i. വൈയിലേക്ക് അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 14 minus 3, that is equal to 11j. Therefore total displacement ഇതാണ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി is equal to total displacement by total time, final position minus initial position by time. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഇവിടെ എഴുതുന്നുണ്ട്, കുഴപ്പമില്ല. That is, it is equal to 30. അത് ഇങ്ങനെ എഴുതുന്നതാണ് വൃത്തി. That is equal to 13i plus 14j minus final position minus initial position, that is equal to 2i plus 3j divided by total time taken, that is 5 minus 0. That is equal to 11i plus എന്ത് വരും? 11j divided by 5, that is equal to 11 by 5 into i plus j എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14. A velocity of a projectile at a time. അപ്പൊ ഇവിടെ വെച്ച് ഇവന്റെ വെലോസിറ്റി ഇങ്ങോട്ടേക്ക് 2i ആണ്, ഇങ്ങോട്ടേക്ക് 3j ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ 2iക്ക് മാറ്റമില്ല, 3j താഴേക്കാവും, minus 3j ആവും. Therefore final velocity is equal to 2i minus 3j. ഇതൊക്കെ ചുമ്മാ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ലോജിക് അറിയാവുന്നുണ്ടെങ്കിൽ മാത്രം. Therefore answer is equal to 2i minus 3j. ഈ വെലോസിറ്റി നേരെ തലതിരിഞ്ഞ് ഇങ്ങോട്ടേക്കാവും. ഈ വെലോസിറ്റിക്ക് മാറ്റമില്ല. 2i remains the same. Horizontal component velocity remains same, but vertical component velocity direction മാറും. ഓർമ്മയുണ്ടല്ലോ, v sin theta minus v sin theta ആയിട്ട് മാറും. അതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം 2p sin theta. അതൊക്കെ ഓർത്തോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 50. A missile is fired from maximum range with a velocity of 20 meter per second. G is the range of the missile is. അയ്യേ, അത് സിമ്പിൾ അല്ലേ? R maximum is equal to u square divided by g. That is, it is equal to u എത്രയാണ്? 20 square divided by g, that is equal to 2 എത്ര വരും? 400 divided by g 10, that is equal to 40 meter. അതെന്താ സാറേ? R maximum ഉണ്ടെങ്കിൽ തീറ്റ സൈൻ 2 θ is equal to 1, അല്ലെങ്കിൽ തീറ്റ 45 ഡിഗ്രി. അറിയാമല്ലോ, R maximum പറഞ്ഞെന്നുണ്ടെങ്കിൽ
theta 45 degree. അടുത്തത് question number 60. The horizontal range and maximum height of a projectile are equal. നമ്മൾ നേരത്തെ ജനറൽ ഇക്വേഷൻ അത് ചെയ്തതാണ്. h by r is equal to tan theta divided by 4. h ഉം r ഉം ഈക്വൽ ആണെങ്കിൽ tan theta is equal to 4. theta is equal to tan inverse 4. ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റൻ ആണ്. tan inverse 4. അടുത്ത ക്വസ്റ്റൻ നോക്കുക, ക്വസ്റ്റൻ നമ്പർ 18. A particle has initial velocity 2i plus 3j. അപ്പോൾ initial velocity 2i plus 3j. And initial acceleration is equal to 0.3i plus 0.2j. ഇതിനാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 2i, ഇങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ 0.3i. ഇത് വെലോസിറ്റി, ഇത് ആക്സലറേഷൻ. ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 3j, ഇനിഷ്യൽ വെലോസിറ്റി 3j, അങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ 0.2j. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആഫ്റ്റർ 10 seconds ആണ്. Then use the equation v is equal to u plus at എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യുക. Therefore, ആദ്യമേ velocity along the x direction is equal to u, that is 2 plus a 0.3 into t. T is equal to 10 seconds. Therefore, it is equal to 2 plus 3, that is equal to 5i. This is the velocity along the x direction. Similarly, velocity along the y direction കണ്ടുപിടിക്കുക. Velocity along the y direction is equal to initial velocity 3 plus at, that is 0.2 into 10, that is again 3 plus 2, that is equal to 5j. Therefore, resultant velocity, അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 5i, ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 5j. Therefore, resultant velocity is equal to root of 5 square a plus 5 square a, that is equal to 5 root 2. This is the answer. മനസ്സിലാവുന്നുണ്ടേ? ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2i ഹൊറിസോണ്ടലി, 3j വെർട്ടിക്കലി അപ്വേർഡ്. ആക്സലറേഷൻ 0.3i, ഇതാണ് ax എന്ന്, ആക്സലറേഷൻ along the x direction. This is the acceleration along the y direction. ഇത്രയും മനസ്സിലാക്കണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കുറേ അധികം ചെയ്തു. ഇത് APMPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറ്റേ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ചോദിച്ചാണ്, JEക്ക്. ഇത് മനസ്സിലായി. അടുത്ത 18th ക്വസ്റ്റ്യൻ നോക്കുക. A projectile is fired at an angle 45 degree with the horizontal. Elevation angle of the projectile at the highest point are seen from the point of projection is. എന്ത് മനസ്സിലായി? സംഭവം അറിയാമോ? 45 ഡിഗ്രിയിൽ നമ്മളൊരു പ്രൊജക്ടൈലിനെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു. ആ പ്രൊജക്ടൈൽ ഇങ്ങനെ പോയി വന്ന് വീഴുന്നു. 45 ഡിഗ്രിയിലാണ് നമ്മൾ എറിയുക. ഇങ്ങനെ വന്ന് വീഴും. എന്നിട്ട് കുറഞ്ഞു ചെയ്യുന്നത് ഹയസ്റ്റ് പോയിന്റിൽ, ഇതാണല്ലോ ഹയസ്റ്റ് പോയിന്റ്, ഇവിടെ ഇത് r/2 ആയിരിക്കും. ശ്രദ്ധിച്ചോണേ, ടോട്ടൽ 6 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് r/2, ഇത് h. ഇവിടെ നിന്ന് ഹയസ്റ്റ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാകുന്നു? ഇതാണ് നമ്മൾ നോക്കുന്ന നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അവരുദ്ദേശിക്കുന്നത് ഇതാണ്. ഇങ്ങോട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുക. വ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോഡിയെ പ്രൊജക്ട് ചെയ്ത് എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ h/r is equal to tan 45 divided by 4. Therefore, r is equal to 4h. r is equal to 4h ആണെങ്കിൽ r/2 എത്രയായിരിക്കണം? r/2 is equal to 2h. ഇത്രയും 4h ആണ്. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? 2h. ഇനി ടാൻ തീറ്റ കണ്ടുപിടിക്കോ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് r/2, ദാറ്റ് ഈസ് ഈക്വൽ ടു h/2h. therefore it is equal to 1/2 or theta is equal to tan inverse 1/2. this is the answer. that is answer is equal to tan inverse 1/2. മനസ്സിലാകുന്നുണ്ടല്ലോ മക്കളെ എല്ലാത്തിനും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 19. The speed of a projectile at its maximum height is half the initial speed. ഇനിഷ്യൽ സ്പീഡ് u ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിലെ സ്പീഡ് u cos theta. u cos theta u/2 ആണ്. u ക്യാൻസൽ ആയാൽ cos theta is equal to 1/2. അതിന്റെ അർത്ഥം theta is equal to 60 ഡിഗ്രി. cos 60 ആണ് 1/2. ഓക്കെ, therefore answer is 60. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20.
A particle has initial velocity. അപ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 3i, ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി 4j. ആദ്യമേ നമ്മളിപ്പോൾ ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു എന്ന് നോക്കുക. ആൻഡ് ആക്സലറേഷൻ ഇങ്ങോട്ടേക്കുള്ള ഇപ്പൊ ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഇനിഷ്യൽ വെലോസിറ്റി. ഇങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് 0.4, ഇങ്ങോട്ടേക്കുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് 0.3. 10 സെക്കൻഡ്സിന് ശേഷം സ്പീഡ് എത്ര? അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള സ്പീഡ് കണ്ടിരിക്കുക. v is equal to u plus at. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ v is equal to u plus at. That is equal to 3 plus 0.4 into 10. That is equal to 7 meter per second. അതുപോലെ ഇങ്ങോട്ടേക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. v along the y direction. ഇത് v along the x direction. v along the y direction is equal to 4 plus 0.3 into 10. That is again 7 meter per second. Therefore, final velocity is equal to 7i plus 7j. Therefore, magnitude of the velocity is equal to root of 7 square a plus 7 square a. That is equal to 7 root 2 meter per second. Therefore, answer is equal to 7 root 2 meter per second. Unit. അപ്പോൾ 20 ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നല്ലവണ്ണം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഓർക്കുക, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല ആവർത്തി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. എന്നാൽ അത് മാത്രം പഠിക്കണമെന്നല്ല, ബാക്കി എല്ലാം പഠിച്ചോണം. ഇത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഇതിന്റെ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡിഫറൻറ്റ് പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ബൈഹാർട്ടാവും. ഇതെന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓരോ ചോപ്റ്ററുകളും നന്നായിട്ട് നമ്മൾ പഠിച്ചു പോകാം. ഓക്കെ, ബൈ.